പത്തനംതിട്ടയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പുല്ലാട് മുട്ടമണിയിലാണ് അപകടമുണ്ടായത്. കാർ യാത്രികനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഗുരുതരമായി പരിക്കേറ്റു. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എന്താണ് പോലീസ് അവിടെ എത്തിയിട്ടോട് രക്ഷാപ്രവർത്തനം നടക്കുകയാണോ? പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി. കാറിലുണ്ടായിരുന്ന ഡ്രൈവറായിരുന്ന ആളാണ് ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. തിരുവല്ല പുല്ലാട് മുട്ടമണിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇന്ന് അതായത് വൈകിട്ട് 9:30 മണിയോടുകൂടിയാണ് KSRTC ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുകയും കാർ യാത്ര ചെയ്തിരുന്ന 4 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. റാന്നി സ്വദേശിയാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്. ജി രാജൻ എന്ന വ്യക്തി റാന്നി സ്വദേശിയാണ്. കാറിൽ 4 പേരാണെന്ന് മുഴുവൻ ഉണ്ടായിരുന്നു പോലീസ് പറയുന്നത്. എന്നാൽ ചില ദൃക്സാക്ഷികൾ പറയുന്നത് 5 പേരുണ്ടായിരുന്നു. എന്നാൽ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം പോലീസിന് നമുക്ക് ലഭിക്കേണ്ടതാണ്. കാറിലുണ്ട ഒരു കുട്ടിയും മറ്റ് 2 സ്ത്രീകളും ആയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർ ഈ വാഹനം ഓടിച്ചിരുന്ന ജി രാജന്റെ ബന്ധുക്കളാണെന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഈ സമയം അവർക്ക് പോലീസിന് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പ്രാഥമികമായി അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും അടിയന്തരമായ കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുവാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരെ മറ്റ് ആളുകളെ അടിയന്തരമായി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ അപകട കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ പോലീസിന് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് KSRTC ബസ്, അതായത് തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് യാത്ര ചെയ്യുന്ന KSRTC ബസ്സും പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല ഭാഗത്തേക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. KSRTC ബസ് അമിത വേഗത്തിൽ റോങ് സൈഡിലായിരുന്നു എന്നുള്ള ഇതാണ് ഇത്തരത്തിലൊരു മൊഴിയാണ് പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ പോലീസിന് നൽകിയിരിക്കുന്നത്. പോലീസിന് ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. ഇക്കാര്യത്തിൽ CCTV അടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായി ഒരു അപകട കാരണം കണ്ടെത്താനായി എന്തായാലും ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് KSRTC ബസ് അമിത വേഗത്തിൽ റോങ് സൈഡിൽ വന്ന ഈ കാറിലേക്ക് ഇടിക്കുമായിരുന്നു. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുൻ ഭാഗത്ത് ഡ്രൈവർ അതേ വാഹനം ഓടിച്ചിരുന്ന ജി രാജനെ വാഹനത്തിലുള്ള രക്ഷാപ്രവർത്തനം എത്തിയ ആൾ കാർ വെട്ടിപ്പൊളിച്ചാണ് എടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാറിൽ മറ്റ് 2 സ്ത്രീകളും ഒരു കുഞ്ഞുമായിരുന്നു. ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.